ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു എഗ് 65 ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നമ്മൾ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉണ്ണിയും കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് ആ 3 മുട്ട ഉണ്ടല്ലോ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. ഒത്തിരി നീളത്തിൽ കട്ട് ചെയ്യല്, ചെറുതാക്കി കട്ട് ചെയ്യണം. അതിൻ്റെ ഉണ്ണിയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മൈദാപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം. അപ്പോൾ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ച് കുഴച്ച് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നോക്കി കുഴച്ചെടുക്കാവുള്ളൂ. ഇനി അത് കുഴച്ച് നമുക്കത് മാറ്റി വെക്കാം. ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരട്ടെ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം സപ്പോർട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമുക്കിതിനകത്തോട്ട് ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ചുമ്മാ ഒരു ഷേപ്പിൽ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവുമേ, അധിക സമയമൊന്നും എടുക്കില്ല. എന്നിട്ട് ഇതാ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒട്ടും താമസമില്ല, ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. നമ്മളെല്ലാം കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാട്ടോ, ഒട്ടും നമുക്ക് സമയം എടുക്കില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കിട്ടും. അത്രയ്ക്ക് എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി. അതാ നമ്മളെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചെറുതാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിയണം. എന്നിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ വെളുത്തുള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇത് ഒരു പതഞ്ഞ് വരുന്നില്ല, അത് മുട്ട ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതാ ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ സോസ് മാത്രം ഇട്ടാൽ മതി, വേറെ സോസ് ഒന്നും വേണ്ട. എന്നിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മുട്ട ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കാം. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാട്ടോ. ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഇത് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റാണ്, ഒന്നും പറയില്ല, സൂപ്പറാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.